എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലാണുള്ളത്. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്താണ് സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഡിവൈഎസ്പി ഉമേഷ് സാറാണ്. ചെറിയൊരു കാലം കൊണ്ട് പയ്യന്നൂരിൽ സക്രിയമായി ഇടപെട്ട ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ പയ്യന്നൂരിലെ സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പയ്യന്നൂരിൽ നിരന്തരമായിട്ട് മോഷണം നടക്കുന്നു. ആ മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? എന്തെല്ലാം മുൻകരുതലാണ് നമ്മുടെ ആളുകൾ എടുക്കേണ്ടത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചെത്തിയിട്ടുള്ളത്. സാർ, എന്താണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? നമസ്കാരം. പ്രധാനമായിട്ടും നമ്മളിവിടെ മോഷണം ഏതെങ്കിലും സ്ഥലത്ത് വലിയൊരു മോഷണം നടക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി വരുന്നത്. ഇവിടെ അടുത്ത ദിവസം നമ്മുടെ പെരുമ്പ ഭാഗത്ത് ഒരു വലിയ മോഷണം നടന്നു. അത് പൊതുവെ അവർ മനസ്സിലാക്കുന്നത് അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തുന്ന ഏതൊരു സംഘമാണ് അവിടെയും കയറിയതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മുകളിൽ നിലയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അത് അറിയാതെ കയറിയതായിട്ടാണ് നമുക്ക് പ്രാഥമിക അന്വേഷണം മനസ്സിലാവുന്നത്. പലപ്പോഴും നമ്മൾ വീട് അടച്ചിട്ട് പോകുമ്പോൾ വലിയ തോതിലുള്ള ആഭരണങ്ങളും പണവും ഒക്കെ വീട്ടിൽ തന്നെ വെച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. ഇത് കള്ളന്മാർക്കും അറിയാം. നമ്മൾ അലമാരയിൽ പണം വെച്ചാൽ അലമാരയുടെ താക്കോൽ വെക്കുന്നത് അവരെ കൈ ഇടത് കൈ കൊണ്ട് കൂട്ടിയതാണെങ്കിൽ ഇടത് കൈ അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് കൂട്ടിയത് വലത് കൈ നേരെ മേലെ ഭാഗത്ത് വെക്കും, അല്ലെങ്കിൽ കിടക്കേൻ്റെ അടിയിൽ വെക്കും. അതുപോലെ വെക്കാവുന്ന സ്ഥലങ്ങൾ അവർക്ക് പോലും അറിയാവുന്നതാണ്. കൃത്യമായിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് താക്കോലെടുത്ത് വീട്ടുകാർ പോലും അറിയാതെ മോഷണം പോയ കേസുകളുണ്ടായിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ മഴ വന്നിരിക്കുകയാണ്. മഴ വരുമ്പോൾ പയ്യന്നൂരിൻ്റെ പഴയ ഹിസ്റ്ററി നോക്കിയാൽ ജൂൺ മാസങ്ങളിൽ വളരെയധികം മോഷണങ്ങൾ ഇവിടെ ഉണ്ടായ ഇതായിട്ടാണ് മനസ്സിലാവുന്നത്. പോലീസിന് പെട്രോളിംഗ് നടത്താം, ശക്തമായ രീതിയിൽ സ്ഥലങ്ങളിൽ പോയി നോക്കാം, ആളുകളെ വെരിഫൈ ചെയ്യാം, ഒക്കെ പോലീസിൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ഏരിയയിൽ പല ഊടുവഴികളിലുള്ള വീടുകളിൽ ഒക്കെ നമ്മൾ എത്തിപ്പെടൽ അസാധ്യമാണ്. അവിടെ നമ്മുടെ ജാഗ്രത കുറച്ചുകൂടി ഒരു കരുതലായിട്ട് നമുക്കുണ്ടാവണം. അവിടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഇത്രത്തോളം ആഭരണങ്ങളോ പണമോ ഒക്കെ വെക്കേണ്ടതുണ്ടോ, അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ വെച്ച് ബാക്കിയൊക്കെ ലോക്കറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ വെക്കുക. രണ്ടാമത്, ഇപ്പോൾ നമ്മളൊക്കെ ATM മണി ട്രാൻസ്ഫറൊക്കെ ആ രീതിയിലൊക്കെയായി അത്തരം പണം ഇടപാടുകളിലേക്ക് നമ്മൾ മാക്സിമം മാറുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ക്യാഷ് വെക്കുന്നതിൽ നിന്നൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു വീട് കുത്തി പൊളിച്ചാൽ പോലും ഒന്നും കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നാൽ, ഇപ്പോൾ എനിക്കിത് തോന്നിയത് പല വീടുകൾ തുറന്നിട്ട് ഒന്നും കിട്ടാതെ പോയ വീടുകളുണ്ട്. അപ്പോൾ അത്തരം രീതിയിലേക്ക് നമ്മൾ ഒന്ന് മാറേണ്ടതുണ്ട്. രണ്ട്, നമ്മുടെ വീട് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ ഡോറ്, നല്ല വീടുണ്ടാക്കും, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വീടുണ്ടാക്കിയിട്ട് ബാക്ക് ഡോർ വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സാധനം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വീടിന് 5-8 വാതിലുകൾ പുറത്തേക്കുണ്ടാവും. പുറത്തേക്കുള്ള വാതിലുകൾ മാക്സിമം എണ്ണം ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ ചുരുക്കുക, ആ വാതിൽ സുരക്ഷിതമാക്കുക. കഴിവതും ഉള്ളിൽ പട്ടയൊക്കെ ഇട്ട് ബന്ധിക്കാവുന്ന രീതിയിലുള്ള വാതിൽ ഉണ്ടാക്കുക. ബർഗ്ലർ അലാം വെക്കുന്നതാണെങ്കിൽ, വലിയ പൈസയ്ക്ക് ഉണ്ടാക്കുന്ന വീടിന് നമുക്ക് ഒരു വാതിൽ അനധികൃതമായി തുറക്കാൻ ശ്രമിച്ചാൽ അലാം വഴങ്ങുന്ന സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. അത്തരം സിസ്റ്റം നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. ക്യാമറകൾ വെക്കാൻ പറ്റും. ചില സ്ഥലത്ത് ക്യാമറ വീട്ടിൽ വെച്ചിട്ടുണ്ട്, നിഴൽ പോലെ കാണുന്ന ക്യാമറയാണ്. അത്തരം ക്യാമറ ഒരു കാര്യമില്ല. നമ്മൾ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച ആളോട് ഏതൊരു സമയം പറഞ്ഞിട്ട് ആ സമയത്തുള്ള ഒരു വിഷ്വൽ എടുത്ത് തരാൻ പറയാം. ആ വിഷ്വൽ ആളെ കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ക്യാമറ വെക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്യാമറ 1-2 ക്യാമറ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ക്യാമറ വെക്കുക. അത് മാത്രം പോരാ, അതല്ലാതെ മനസ്സിലാകാവുന്ന രീതിയിലുള്ള ക്യാമറയും അവർക്ക് ഉണ്ടാവണം. മനസ്സിലാകുന്ന രീതിയിലുള്ള ക്യാമറ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഡെമ്മി ക്യാമറ വെച്ചാലും കുഴപ്പമില്ല. ആ ക്യാമറ കാണുമ്പോൾ ക്യാമറ മറച്ചു വെക്കാനോ ക്യാമറ മാറ്റാനോ ആൾക്കാർ ശ്രമിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. രണ്ടാമത്, നമ്മൾ പലപ്പോഴും ഇതിന് ഷോപ്പുകാരൊക്കെ ഉണ്ട്, വീടിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഷോപ്പുകളുടെ പല മോഷണം നടക്കുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ